നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് മുൻകൂട്ടി അറിയുക അസാധ്യമായ കാര്യമാകുന്നു. എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് പ്രതികൂലമായി ഭവിക്കും, ഇത് മുൻകൂട്ടി അറിയുക സാധ്യമല്ല. ജീവിതം മാറിമറിയും എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതവരുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുകയും അതേപോലെ പ്രതീക്ഷയില്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വളരെ ഉയർച്ച നൽകുകയും ചെയ്യുന്നു. ഇത് പലരുടെയും കാര്യമാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഗണപതി ചക്രത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ഈ ചിത്രത്തിൽ ഭഗവാന്റെ ചക്രത്തിൽ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. അതിനായി ഏവരും ഒരു നിമിഷം ഭഗവാനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകാം, ആ വിഘ്നങ്ങൾ ഒഴിയണം എന്നും ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിഞ്ഞു പോകണം എന്നും പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഏവരും പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഏവരും ചെയ്യേണ്ടത് കണ്ണുകൾ പതുക്കെ തുറക്കുക. ആദ്യം കാണുന്ന നമ്പർ ഏതാണോ ആ നമ്പർ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ നമ്പറുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ നമ്പർ തിരഞ്ഞെടുത്തവരാണ് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങൾ സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നില്ല. അഥവാ വന്നാൽ പോലും നിങ്ങളുടെ കൈകളിൽ നിന്നും ആ ധനം നഷ്ടമാകുന്ന അവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് ചിലവാകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള പ്രധാനമായ പ്രശ്നമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതിനാൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ വരും ദിവസങ്ങളിൽ സാമ്പത്തികപരമായ നേട്ടം നിങ്ങൾക്ക് നൽകാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരമൊരു ഇടപാട് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ മറ്റു ചില വിഷമതകൾ കൂടിയുണ്ട്. അത് മക്കളുമായി ബന്ധപ്പെട്ടോ ഭർത്താവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അസ്വസ്ഥതകൾ വന്ന് ചേരാവുന്നതാണ്. അതേപോലെ തന്നെ മനസ്സിലേക്ക് മുൻപ് പരാമർശിച്ചതുപോലെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അത് ജോലി സംബന്ധമായി പോലും മനക്ലേശങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ ഒരു കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. അതിരാവിലെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ പരാമർശിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഈ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ഗണേശ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അടുത്ത് ഗണേശ ക്ഷേത്രമില്ല എങ്കിൽ ഗണേശ ഭഗവാനെ ഉപപ്രതിഷ്ഠയായി ആരാധിക്കുന്ന പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതിരാവിലെ തന്നെ ദർശനം നടത്തണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനുശേഷം 7 തവണ അല്ലെങ്കിൽ 21 തവണ നിങ്ങൾ ഭഗവാനെ വലം വയ്ക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ വലം വയ്ക്കുക. ചുരുങ്ങിയത് 7 തവണയെങ്കിലും വലം വയ്ക്കുവാൻ പ്രത്യേകം ഓർക്കുക. ഭഗവാന് ഒരു നാളികേരം ഉടയ്ക്കുക.
കറുകാമാല ചാർത്തുക. കൂടാതെ ഭഗവാന്റെ മന്ത്രം നിങ്ങൾ ജപിക്കുക. ഏത് കാര്യം നിങ്ങൾ ആരംഭിക്കുകയോ ചെയ്യുകയോ മുമ്പ് ഭഗവാന്റെ വിശേഷപ്പെട്ട മന്ത്രമായ ഓം ഗം ഗണപതയേ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം ജപിക്കുക. ഈ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്ന ആ വിഷമതകളും ഭാവിയിൽ വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങളെ ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് പ്രതിരോധിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഈശ്വരാധീനം മോശമല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾക്കുള്ളത്. അതായത് ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങളുണ്ട് എങ്കിൽ പോലും പല അവസരങ്ങളിലും വരവും ചിലവും തുല്യമാകുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് സംജാതമാകുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ പ്രയാസം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകുന്നു. കുടുംബ കലഹങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ഐക്യമില്ലാത്ത അവസ്ഥ, അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങളാകുന്നു. അതിനാൽ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ആ കാര്യവും കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നടക്കും എന്ന ഉറപ്പോടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾക്ക് വിഷമങ്ങൾ സമ്മാനിക്കുന്നു എന്നതാണ് വാസ്തവം. അതും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം തന്നെയാകുന്നു. സ്നേഹിക്കുന്നവർ നിങ്ങളെ വിഷമിപ്പിക്കുന്ന അവസ്ഥ. ആരെയെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വ്യക്തികളായി കാണുന്നുവോ അവരിൽ നിന്നും നിങ്ങൾക്ക് വിഷമതകൾ നേരിടേണ്ടതായി വരുന്നു. നിത്യവും നിങ്ങൾ ഗണേശനാമം ജപിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുക. സാധിക്കുന്ന ഏവരും മുടക്കം കൂടാതെ തന്നെ അനുഷ്ഠിക്കുക. ഒരു മാസം നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഗണേശ ഭഗവാൻ വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും. അത്തരത്തിലുള്ള ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഭഗവാന്റെ കടാക്ഷവും നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ ആ കടാക്ഷം വർദ്ധിപ്പിക്കുക, ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ നാളികേരം നിങ്ങൾ ഉടയ്ക്കുക. ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ മാസത്തിൽ നിങ്ങൾക്ക് ആവും പോലെ നാളികേരം ഉടയ്ക്കാവുന്നതാണ്. അതിൽ തെറ്റുള്ളതല്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഭാവിയിൽ വന്നു ചേരാവുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസമാധാനം നശിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. മാറ്റങ്ങൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സാമ്പത്തികപരമായ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ മാറി മറിയുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് തന്നെ പറയാം. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് നിങ്ങളുടെ ജീവിതത്തെ പലവിധ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് തന്നെ പറയാം. കർമ്മരംഗത്ത് പല വിധത്തിലുള്ള കലഹങ്ങൾ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കലഹങ്ങളുണ്ട്. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അത്തരത്തിൽ അടുത്ത വ്യക്തികളാണ് എന്ന് കരുതുന്നവരുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചില കലഹങ്ങളുണ്ട്. അതും നിങ്ങളുടെ മനസമാധാനം തകർക്കുന്ന കാര്യങ്ങളാകുന്നു. കുടുംബത്തിൽ നിത്യേനെ എന്ന രീതിയിൽ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം വർദ്ധിക്കുന്ന അവസരങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ നൽകൂ. രോഗങ്ങൾ ജീവിതത്തിൽ നിന്നും പടിപടിയായി കുറയുന്ന അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും.
എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരിക്കലും ഈ കാര്യം നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല. പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് പഴി നിങ്ങൾ കേൾക്കേണ്ടതായി വരും. നിങ്ങൾ തെറ്റുകാരാണ് എന്ന രീതിയിൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വിഷമങ്ങൾ സമ്മാനിക്കുന്ന അവസ്ഥ വന്ന് ചേരാവുന്നതാണ്. അതിനാൽ എപ്പോഴും കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വീടിന്റെ 4 മൂലയ്ക്കും ഉപ്പ് പരിഹാരം ആഴ്ചയിൽ ഒരിക്കൽ വീടിനകത്തോ പുറത്തോ ഇപ്രകാരം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഗണേശ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. 4ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് ഇത്. അഥവാ ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മക്കളാൽ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ആ കാര്യവും ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് മാറുക തന്നെ ചെയ്യും. സമൂഹത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. സമൂഹത്തിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. വലിയ ഭാഗ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പല അവസരങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. ധനം സമ്പാദിക്കുവാൻ സാധിക്കുന്ന ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുകയും ആ വഴിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അവസ്ഥയും സംഭവിക്കാവുന്നതാണ്. മനക്ലേശങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെ പറയാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ സമയം പ്രത്യേകിച്ചും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതല്ല എങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ മാറ്റങ്ങൾ വന്നു ചേരും. 5ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന തടസ്സങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക, അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾ അർഹിക്കുന്ന സഹായം ഏവർക്കും ചെയ്യേണ്ടതാകുന്നു. കർമ്മഗുണം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള അവസരങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന സമയങ്ങളിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് വഴി തെളിയിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം അവസരങ്ങളിൽ ഒരിക്കലും പതറരുത്. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാൻ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിര വരുമാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തൊഴിൽ ലഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ തൊഴിൽ ലഭിക്കുവാനോ നാട്ടിലോ വിദേശത്തോ ജോലി ലഭിക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും.
കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് താൽക്കാലികം മാത്രമാണ് എന്ന കാര്യമാകുന്നു. താൽക്കാലികമായ പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങൾക്കുള്ളത്. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്നു വരും. ഉത്തമമായ സുഹൃത്തുക്കൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് കറുകാമാല ഭഗവാനെ സമർപ്പിക്കുക എന്ന കാര്യമാകുന്നു. കറുകാമാല ഭഗവാനെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലം തന്നെ വന്നു ചേരും. നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ഭഗവാനെ നിത്യവും ആരാധിക്കുവാൻ മറക്കാതിരിക്കുക.